ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബട്ടേഴ്സ്. ഇന്ന് അസോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് കാണിക്കുന്നത്. അതിന് മുൻപായിട്ട് ഒരു റീസ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ചന്ദേരി കോട്ടണിൽ ഒരു മാംഗോ മോട്ടീവ്സ് വരുന്നൊരു സാരി എന്നോട് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നല്ലോ. ആ സാരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കോഫി ബ്രൗൺ കളറിൽ ഈ മാംഗോയുടെ ഡിസൈൻ വരുന്ന സാരി. ഈ സാരീസ് നേരത്തെ ചന്ദേരി കോട്ടൺ സാരീസിൻ്റെ വീഡിയോസ് ചെയ്തത് കണ്ടവർക്ക് ഈ സാരി നല്ല പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ കുറച്ച് പേര് എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാരീസ് റീസ്റ്റോക്ക് ചെയ്ത് തരണമെന്ന്. അപ്പം ഇതൊരു റീസ്റ്റോക്ക് അലേർട്ടായിട്ട് കൂട്ടുക. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി. നേരത്തെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് കാരണം ഇൻഡിവിജ്വലി മെസ്സേജ് ഇടുക ഒരു ബുദ്ധിമുട്ടായി മാറി. കാര്യം അത്രയധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഇത് കുറച്ച് പഴയ ചാറ്റുമാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായി മാറിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ സാരീസൊക്കെ അന്ന് ചോദിച്ചവർ വീണ്ടും എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ആദ്യം കാണിക്കുന്നത് ബാസ്വാഡ സിൽക്ക് സാരീസാണ്. രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് റേഞ്ചിലാണ് സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. 1295 രൂപയാണ് സാരിയുടെ റേറ്റ്. അപ്പോൾ ഞാൻ സാരീസ് കാണിക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സാരിയിൽ ഒരു മൗ ഷെയ്ഡിലാണ്, ഏതാണ്ട് സിമിലർ, ഒരു മൗ ഷെയ്ഡിന് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ് വന്നേക്കുന്നത്. അതിലിതാ ഇങ്ങനെ ഒരു ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡ്, ഇങ്ങനെ അതിലിങ്ങനെ ഒരു ബ്ലൂ കളറിലെ ഒരു ലൈൻസും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സാരിയുടെ ഫാബ്രിക്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേൺ പോയിട്ടുണ്ട്. നമ്മൾ ഈ സെമി ടസറിലൊക്കെ കാണുന്ന രീതിയിൽ. സാരിയുടെ ബോഡി ഫുള്ളായിട്ട് വേറെ ഡിസൈൻസ് ഒന്നുമില്ല, ഈ ഒരു സിംഗിൾ കളറിലാണ് പോകുന്നത്. താഴെയും മേളിലുമായിട്ട് ബോർഡേഴ്സ് വരുന്നുണ്ട്, സെറി ബോർഡർ വരുന്നുണ്ട്. ഒന്ന് വീതിയുള്ള ബോർഡറും ഒന്ന് വീതി കുറഞ്ഞ ബോർഡറുമായിട്ടാണ്. ഈ ഭാഗമായിരിക്കും മേളിലത്തെ പോർഷനായിട്ട് വരുന്നത്, ഇത് താഴത്തെ പോർഷനുമായിട്ടാണ് വരുന്നത്. ഞാൻ കാണാൻ വേണ്ടി മേളിലേക്ക് ഇട്ടതാണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ്. 1 മീറ്ററിൽ കൂടുതലുണ്ട്, ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 1.10 ഒക്കെ വരുന്നുണ്ട് ബ്ലൗസ് പീസിൻ്റെ മെഷർമെൻറ്റ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് നല്ല വീതിയും നീളവും വീതിയും ഒക്കെയുള്ള ബ്ലൗസ് പീസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. നല്ലപോലെ ബ്ലൗസ് പീസിന് ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലു പോർഷനൊക്കെയാണ്. പല്ലു പോർഷനിൽ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിൽ ഇങ്ങനെ ചെറിയ വീവിങ് പോയിട്ടുണ്ട്. ഇങ്ങനെ നല്ല രസമുള്ളൊരു സാരിയാണ്. സിമ്പിളാണ്, പക്ഷേ നമുക്കൊരു മാരേജിനൊക്കെ ആണെങ്കിലും വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാരിയാണ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണുള്ളത്. റിവേഴ്സ് കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. ഈ കളറ് ബോഡിയിലും വരുന്നതും ഈ കളർ മുന്താണിയിൽ വരുന്നതായിട്ട് റിവേഴ്സ് കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. 1295 രൂപയാണ് ഈ സാരിയുടെ റേറ്റ്. നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് മേടിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ്. ബാസ്വാഡ സിൽക്കാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ആദ്യം കാണിച്ചതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷനിൽ വരുന്ന കളർ പാറ്റേൺ ആണിത്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഗ്രേ മിക്സ്ഡ് വിത്ത് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അത് തോന്നിക്കുന്നത്. കാര്യം ഇതിലിങ്ങനെ ബ്ലൂ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രേയും ബ്ലൂവും ഒക്കെ മിക്സ് ചെയ്ത ഒരു കളർ കോമ്പിനേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് പല്ലു പോർഷനിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും ഈ സാരി. ഇങ്ങനെ ബ്ലൗസ് പീസിൻ്റെ ഒപ്പം ഡ്രൈപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസ് പീസിന് ആവശ്യത്തിന് ലെങ്ത്തും വിട്ടും ഒക്കെയുള്ള ബ്ലൗസ് പീസ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ഇത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സാരിയുടെ ലെങ്ത്ത് 5.5 മീറ്റേഴ്സാണ്. 5.5 മീറ്റർ സാരി 1 മീറ്റർ എന്നുള്ള കണക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു 1.10 ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്തും വിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് സൈസുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ അടുത്ത കളറ് ഞാൻ ആദ്യം കാണിച്ച സാരിയുടെ അതേ കളർ ഷെയ്ഡാണ്. പക്ഷേ പല്ലു പോർഷനിലെ കളറിന് ഡിഫറൻസ് ഉണ്ട്. പല്ലു പോർഷനിൽ ഇതാ ഇങ്ങനെയൊരു ഷെയ്ഡാണ് വരുന്നത്. എല്ലാ കളേഴ്സിനും കൃത്യം പേരൊക്കെ ഉണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നും കൃത്യമായിട്ട് പേര് പറയാൻ അറിയില്ല. വീഡിയോയിൽ കാണുന്നതിനും കുറച്ചുകൂടെ ഒരു ഡാർക്കാണ് ഈ കളറ്. കിട്ടുന്നുണ്ടോ?
വീഡിയോ കാണുമ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെയല്ല. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഓക്കെ, ആദ്യം കാണിച്ച അതേ കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ ഈ ബോഡി കളർ വരുന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്കായിട്ടാണ്. ഒരു ഡാർക്ക് പീച്ചല്ല, എന്നാലും ഒരു ഡാർക്കർ ഷെയ്ഡാണ്. ഒരു മൗണ്ട് ഡാർക്കർ ടോൺ പോലെ തോന്നിക്കുന്നു. ഇങ്ങനെ ആദ്യം കാണിച്ച സാരി ഞാൻ ഒന്നുകൂടെ വെച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും രണ്ടിലേതാണെന്നുള്ളത്. ഇതൊരു ക്യാരറ്റ് റെഡ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു കളറ്. ഏറ്റവും ആദ്യം ഗ്രേ കോമ്പിനേഷനിൽ കാണിച്ചത്, ഇതും ഗ്രേയുടെ കോമ്പിനേഷൻ കാണിച്ച സാരി ഇതായിരുന്നു. ഇപ്പോൾ രണ്ട് സാരിയും തമ്മിലുള്ളൊരു കളർ വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോണാണ്, ഇത് കുറച്ചുകൂടെ ഒരു ലൈറ്റർ ടോണാണ്. അപ്പോൾ ഇതിൽ വന്ന് നിൽക്കുന്ന ഗ്രേക്കും അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ ഇതൊരു ഗ്രേ അല്ല, ഒരു വേറൊരു ടോൺ പോലെയൊക്കെ തോന്നുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ ഇവിടെ ഈ കളറാണ് കുറച്ചുകൂടെ ഒരു ഡാർക്കർ ടോണിലേക്ക് പോയേക്കുന്നത്. വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത സാരി ഒരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഈ സാരിയുടെ ബോർഡർ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലാവൻഡറിൻ്റെ ഒരു ഡാർക്ക് ടോൺ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ. അത് ഈ കളറിന് ഇനി വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഈ ഗ്രീനിഷ് യെല്ലോയുടെ കൂടെ ഈ ഒരു കളർ. ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല ഈ സാരീസിന്. കളറിലെ കോമ്പിനേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സിമിലറാണ്. സാരിയിലും വേറെ കൂടുതൽ ആർഭാടമൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ബോഡി പോർഷനാണ് പോകുന്നത്. അതിലിങ്ങനെ മേളത്തെ പോർഷനിൽ വീതി കുറഞ്ഞിട്ടും താഴെ വീതി കൂടിയിട്ടും ഉള്ള സെറി ഡിസൈനാണ് പോകുന്നത്. പ്ലസ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലുവാണ്. പല്ലുവും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ്. സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 മീറ്ററാണ്. 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1295 രൂപ. ഓക്കെ, നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു മഹേശ്വരി പ്രിൻറ്റിൽ വരുന്ന സെമി സിൽക്ക് സാരിയാണ്. നമ്മൾ ഇതുപോലത്തെ പ്രിൻ്റ് നോർമലി കാണുന്നത് മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസിലൊക്കെയാണ് സാധാരണ ഈ രീതിയിലുള്ള പ്രിൻറ്റും ഈ രീതിയിലുള്ള ബോർഡറൊക്കെ കാണുന്നത്. അതിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സെമി സിൽക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം കണ്ടാൽ നമ്മളൊരു മഹേശ്വരി സാരി വെയർ ചെയ്തതിൻ്റെ തന്നെ ഒരു ലുക്ക് നമുക്ക് തോന്നിക്കുന്ന സാരീസാണിത്. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മഹേശ്വരി സാരീസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർ, പ്യുവർ വാങ്ങാൻ പറ്റാത്തവരൊക്കെ അവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ ബോഡിയിൽ ഇങ്ങനത്തെ പ്രിൻസാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണിത്. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള പല്ലു പോർഷനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ സാരിയുടെ ഫാബ്രിക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സെമി സിൽക്ക് ഉണ്ടല്ലോ. ഇത് നല്ല സെമി സിൽക്കാണ്. ഇതിന് ലിവ സർട്ടിഫൈഡ് ആണ്. ലിവ സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർന്നാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ അകത്ത് സിന്തറ്റിക് ആയിട്ടുള്ള ഫാബ്രിക് ഒന്നും ആഡ് ചെയ്തിട്ടുള്ളതല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. 1350 രൂപയാണ് ഈ സാരിയുടെ റേറ്റ്. 1350. ഇതിൻ്റെ 5-6 കളർ ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ കാണിക്കാം. അടുത്ത കളർ വരുന്നത് നല്ലൊരു ക്യാരറ്റ് റെഡ് കളറാണ്. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബോർഡർ ഡിസൈനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ പല്ലു പോർഷനിലെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. കളർ കോമ്പിനേഷനും നല്ല രസമാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഓക്കെ, നെക്സ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റാണി പിങ്ക് ആണ്. ഇതിൻ്റെ അകത്ത് ഡിസൈനിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. വലിയ പ്രിൻസാണ്, വലിയ ബ്ലോക്സാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ ബോർഡർ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ.
നമുക്ക് നല്ലൊരു മഹേശ്വരി സാരി വെയർ ചെയ്യുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഇതാണ് അടുത്ത സാരി. ആദ്യം കാണിച്ച സാരിയുടെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനാണ്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ. ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ഉണ്ട്, ഞാൻ അതുകൂടെ കാണിക്കാം. സിമിലർ കളറിൽ വേറൊരു ഡിസൈനാണിത്. ചെറിയ പൂക്കളുടെ ഡിസൈൻ. കളറ് നേരത്തെ കാണിച്ച സെയിം കളറാണ്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ. ഇതിൻ്റെ പല്ലു പോർഷനാണ് ഏറ്റവും ഭംഗിയുള്ളത്. നെക്സ്റ്റ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. അതിൽ സാരിയുടെ ബോഡിയിൽ ഇങ്ങനെയാണ് ഡിസൈൻ പോകുന്നത്. ഇങ്ങനെയൊരു ഡിസൈനാണ് സാരിയുടെ ബോഡി ഫുള്ളായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡിയിലെ ഡിസൈനാണിത്. സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. അടുത്ത കളറ് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ആണ്. ഇതിൽ ഇങ്ങനെയാണ് സാരിയിലെ ബോഡിയിൽ പ്രിൻ്റ് പോകുന്നത്. ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. യെല്ലോ ഒക്കെ വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് ഭംഗിക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഈ സാരിയുടെ ഒരു കറക്റ്റ് ഭംഗി വീഡിയോ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഈ സാരീസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ആദ്യം കാണിച്ച സാരീസിലും എല്ലാം ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയാത്തതാണ്. ലാസ്റ്റ് സാരി കാണിക്കാമെന്ന് ഓർത്തിട്ട്. ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് വരുന്നത് എല്ലാ സാരീസിൻ്റെയും കൂടെ. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ ഇതുപോലെ മഹേശ്വരി ഡിസൈൻ പോയിട്ടുണ്ട്, സെറി ഡിസൈൻ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. എല്ലാ സാരീസും 5.5 മീറ്ററാണ് ലെങ്ത്ത്. ബ്ലൗസിൻ്റെ ലെങ്ത്ത്, ബ്ലൗസ് പീസിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ്. അപ്പോൾ ആവശ്യത്തിന് ബ്ലൗസ് പീസിന് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാ സൈസുകാർക്കും തയ്പ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത്രയും ലെങ്ത്തിനും ഇത്രയും വിഡ്ത്തിനും ബ്ലൗസ് പീസ് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു. 1350 രൂപയാണ് നമ്മളിപ്പോൾ കാണിച്ച മഹേശ്വരി പ്രിൻ്റ് വരുന്ന സാരീസിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. ഓക്കെ, ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ് എടുത്ത് കാണിക്കുന്നത്. അതിലിങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. സാരിയുടെ ബോഡിയിൽ ഫുൾ സ്കാറ്റേർഡ് ആയിട്ട് ഇങ്ങനെ ഈ ബുള്ളിയൻ സ്റ്റിച്ച് പോകുന്ന രീതിയിലാണ് വരുന്നത്. പല ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് പോകുന്നുണ്ട്. സാരിയുടെ ബോർഡർ പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചും പോയിട്ടുണ്ട്, ബുള്ളിയൻ സ്റ്റിച്ചും പോയിട്ടുണ്ട്. ഇതുപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സാരിയുടെ ബോർഡർ പോർഷനിലായിട്ട്. ഇതിലിപ്പോൾ യെല്ലോ കളറാണ്. പല കളറിലുള്ള പൈപ്പിംഗ് ആണ് പോയിട്ടുള്ളത്. സാരിയുടെ പല്ലു പോർഷനിൽ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ ബുള്ളിയൻ വർക്കും പോയിട്ടുണ്ട്, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വർക്കും പോയിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വർക്ക് പോകുന്നതിൽ സ്കാറ്റേർഡ് ആയിട്ട് ഇങ്ങനെ ബുള്ളിയൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. സാരിയുടെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗം വരുമ്പോൾ ഹാഫ് പോർഷനിൽ ഈ പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. താഴത്തെ പോർഷൻ മുതൽ ഇതുപോലെ ബുള്ളിയൻ സ്റ്റിച്ച് പോയിട്ടുണ്ട്. ഹാഫ് പോർഷനിൽ ബുള്ളിയൻ സ്റ്റിച്ചുണ്ട്. സാരിയുടെ ബോട്ടം പോർഷനിൽ അതുപോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചും പൈപ്പിങ്ങും ഒക്കെ പോയിട്ടുണ്ട്. മേളത്തെ പോർഷനിലെ പൈപ്പിങ്ങും ഈ ഡിസൈൻ, ഈ ബോർഡർ പോർഷനിലെ ഡിസൈന് നമ്മളിങ്ങനെ ചുറ്റി ഇവിടെ കുത്തുന്ന ഇടം വരെ, ഇവിടെ ഇങ്ങനെ കുത്തുന്ന ഭാഗം വരെ ഇതുവരെ ആയിരിക്കും അത് വരുന്നത്. ഈ ഒരു ഭാഗം വരെ വരും. താഴത്തെ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പൈപ്പിങ്ങും ഈ ഒരു സ്റ്റിച്ച് വരുന്ന കാതാ സ്റ്റിച്ച് വരുന്ന പാർട്ടും. ബാക്കി ഇങ്ങനെയാണ്, പ്ലെയിനാണ്. എന്നിട്ട് അതായത് നമ്മളിവിടെ കുത്തി ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് മേളത്തെ പോർഷനിൽ ആ ഒരു വർക്ക് വരുന്നില്ല. താഴത്തെ പോർഷനിൽ എന്നാ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ. ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ബ്ലൗസ് പീസിലും ഇതുപോലെയാണ് വർക്ക് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ കിട്ടുന്ന രീതിയിൽ ഉണ്ട് ഇങ്ങനെ. ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. രണ്ട് സ്ലീവിലും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ.
5.5 മീറ്ററാണ് ഈ സാരിയുടെയും ലെങ്ത്ത്. ബ്ലൗസ് പീസ് 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ്. ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചന്തേരി ഫാബ്രിക്കാണ്. ഇങ്ങനെ ബോർഡർ പോർഷനിൽ പല്ലു പോർഷനിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ സ്റ്റിച്ച് പോകുന്നത്. സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റേർഡായിട്ട് ഈ സ്റ്റിച്ച് പോകുന്നുണ്ട്. ഈ സാരിയുടെ റേറ്റ് 2250 രൂപയാണ്. 2250 റുപ്പീസ്. ഓക്കെ, അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിലെ ബുള്ളിയൻ സ്റ്റിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. ഓരോ സാരിയിലും ഓരോ ടൈപ്പായിരിക്കും സ്റ്റിച്ച്. എംബ്രോയ്ഡറി എല്ലാത്തിലും ഒരുപോലത്തെ തന്നെ കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ പൈപ്പിംഗ് പോയിട്ടുള്ളത് ഈ ഒരു കളറിലാണ്. ഓക്കെ, ഇതാണ് സാരിയുടെ കളറ്. സാരിയുടെ ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ഡിസൈൻ പോയിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട്. പല കളറിലാണ് ഇതിൽ വർക്ക് വരുന്നത്. എല്ലാത്തിലും പല കളറിലാണ്, ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് കളർ നല്ലൊരു പീകോക്ക് ബ്ലൂ പോലെ തോന്നിക്കുന്ന ഒരു കളറാണ്. അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റെഡിഷ് മെറൂൺ കളറിലാണ്. സാരിയുടെ ബോഡിയിൽ സ്കാറ്റേർഡായിട്ട് ഇങ്ങനെ ബുള്ളിയൻ വർക്ക് പോയിട്ടുണ്ട്. ബോർഡർ പോർഷനിൽ ഇങ്ങനെ കാഥ സ്റ്റിച്ച് പോയിട്ടുണ്ട്. സാരിയുടെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ നല്ലൊരു നേവി ബ്ലൂ കളറാണ്. ഇങ്ങനെയാണ് അതിലൊരു യെല്ലോ കളറിലെ പൈപ്പിംഗ് ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ കാഥ സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോർഷനിലെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് ഇതിന് അവൈലബിൾ ആണ്. എല്ലാത്തിനും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ ഒന്നും ഡിസൈനിൽ മാറ്റമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആയിരിക്കും. സ്ലീവിൽ ഈ ഒരു വർക്കും കാണും. 2250 ആണ് സാരിയുടെ റേറ്റ്. നല്ല ഭംഗിയുള്ളൊരു മൗ ഷെയ്ഡാണ്. അതിൽ നല്ലൊരു ബ്ലൂ കളറിലെ ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സാരിയുടെ ബോഡിയിൽ സാരിയുടെ പല്ലു പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് പോകുന്നത്. ഇങ്ങനൊരു വർക്കാണ് സാരിയുടെ പല്ലു പോർഷനിൽ പോകുന്നത്. സാരിയുടെ ബോഡിയിൽ സ്കാറ്റേർഡായിട്ട് ബുള്ളിയൻ വർക്ക് പോയിട്ടുണ്ട്. ബോർഡർ പോർഷനിൽ ഇങ്ങനെ കാഥ സ്റ്റിച്ച് പോയിട്ടുണ്ട്, പ്ലസ് പൈപ്പിങ്ങും ഉണ്ട്. ഈ കാഥ സ്റ്റിച്ചിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ബുള്ളിയൻ സ്റ്റിച്ചും പോയിട്ടുണ്ട്. സോഫ്റ്റ് ചന്തേരിയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരീസാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ചന്തേരി കോട്ടൺ സാരീസിൻ്റെ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടവരെല്ലാം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. ഓരോരുത്തരെയായിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായിട്ട് കാണാം. താങ്ക് യു.